എന്താണ് 40-ാം വെള്ളി? എന്തിനു വേണ്ടി 40-ാം വെള്ളി അനുഷ്ഠിക്കുന്നു? നോമ്പുകാലത്ത് ഇങ്ങനെയൊരു ആചരണത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനെ 40-ാം വെള്ളി എന്ന് വിളിക്കുന്നത്? ഇതിനർത്ഥം വലിയ നോമ്പ് തുടങ്ങിയിട്ട് 40 ദിവസമായി. വിഭൂതി മുതൽ ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ എണ്ണിയാൽ 40 ദിവസം തികയും. ഈശോയുടെ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമാണ് വലിയ നോമ്പിന്റെ അടിസ്ഥാനം. പഴയ നിയമത്തിൽ മോശ 40 രാവും പകലും ദൈവത്തോടൊപ്പമായിരുന്നു. നോഹയുടെ കാലത്ത് 40 രാവും പകലും ഭൂമിയിൽ മഴ പെയ്തു. ഇസ്രായേൽക്കാർ 40 വർഷം മന്ന ഭക്ഷിച്ചു ജീവിച്ചു. നിനവെ നിവാസികൾ അനുതപിക്കാൻ ദൈവം അവർക്ക് നൽകിയത് 40 ദിനങ്ങളാണ്. ഇങ്ങനെ വേദപുസ്തക പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 40-ാം വെള്ളിക്ക് ധാരാളം പ്രാധാന്യങ്ങളുണ്ട്. വിശുദ്ധ പാരമ്പര്യത്തിൽ ഈ 40-ാം വെള്ളി വലിയ ആഴ്ചയുടെ പീഡാനുഭവ വാരത്തിന്റെ ഹാശ ആഴ്ചയുടെ പ്രവേശന കവാടമായിട്ട് നില കൊള്ളുകയാണ്. അതായത് 40 ദിവസങ്ങൾ ഉപവാസവും പ്രാർത്ഥനയും മുടങ്ങാതെ വന്നിട്ട് ഈ 40-ാം വെള്ളിയിൽ ഈശോയുടെ ഉദ്ധാനം ഓർമ്മിക്കുന്നു. ഈശോ ലാസറിനെ ഉയർപ്പിച്ചത് ഇതിലൂടെ ഈശോയുടെ ഉദ്ധാനത്തെ ലക്ഷ്യമാക്കുന്നു. കുരിശിൽ മനസ്സുറപ്പിച്ച് ഉദ്ധാനത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതാണ് നോമ്പുകാലമെന്ന് അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിൽ നമ്മളെ പഠിപ്പിക്കുന്നു. മനോഹരമായ പാരമ്പര്യങ്ങളും ബൈബിൾ അടിസ്ഥാനങ്ങളും എങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ആഘോഷങ്ങളും പ്രാർത്ഥനകളും പ്രായോഗികതയുമായിട്ട് മാറിയിരുന്നു എന്നതിനൊരു തെളിവാണ് ഈ ആചരണം. ഈ 40-ാം വെള്ളിക്ക് ലാസറിന്റെ വെള്ളി എന്നൊരു പേരുണ്ട്. ഈശോ ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഉദ്ധാനവും രക്ഷയും ആരാധന വത്സരത്തിൽ നാം കൊണ്ടാടുന്നു. 40-ാം വെള്ളിക്ക് ശേഷം വരുന്ന 2 ദിനങ്ങൾ, ആദ്യ ശനി പിന്നെ ഞായർ. ശനിയെ നമ്മൾ കൊഴുക്കട്ട ശനി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സഭയുടെ മനോഹരമായ ഒരു പാരമ്പര്യമാണ് ഗാർഹിക അടിസ്ഥാനത്തിൽ, അതായത് കുടുംബ പശ്ചാത്തലങ്ങളിൽ എങ്ങനെ ഈ നോമ്പും ഈശോയുടെ ഈ ഉദ്ധാനവും പീഡാസഹനവുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി എന്നതിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ടാണ് അന്ന് കൊഴുക്കട്ട ഉണ്ടാക്കി നാം ആഘോഷിക്കുന്നത്. 40 ദിവസത്തെ ഉപവാസം ഭംഗം വരുത്താതെ കൊണ്ടാടിയതിൻ്റെ ഇടവേളയാണ് ഈ 40 ദിവസത്തിന് ശേഷം നമ്മൾ ആഘോഷിക്കുന്നത്. മറിയം ഉപയോഗിച്ച സുഗന്ധ കുപ്പയുടെ ചൂടുഭാഗത്തെ അനുസ്മരിക്കുന്നത് കൊഴുക്കട്ട ഉണ്ടാക്കിയാണ് ഇത് ആചരിച്ചിരുന്നത്. ഇതിൽ കുടുംബനാഥൻ സ്ലീബ വരയ്ക്കുകയും ചെയ്തിരുന്നു. ശർക്കരയും തേങ്ങയും സുഗന്ധ വർഗങ്ങളും ചേർത്താണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഈശോ നമുക്ക് നൽകുന്ന ഉദ്ധാനത്തിൻ്റെ രക്ഷയുടെ മനസ്സും രുചിയും നമ്മൾ
വീട്ടു പ്രാർത്ഥനകളിലും വീട് പാരമ്പര്യങ്ങളിലും നാം ആഘോഷിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ശനിയാഴ്ച കഴിഞ്ഞു വരുന്ന ഞായർ ഓശാന ഞായറാഴ്ചയാണ്. ഈശോയുടെ പീഡാനുഭവത്തിലേക്ക് നമ്മൾ ഉൾച്ചേരുകയാണ് ഓശാന ഞായറാഴ്ചയിൽ. ഈശോയുടെ രാജ്യത്വം പെസഹ വ്യാഴാഴ്ചയിൽ, ഈശോയുടെ പൗരോഹിത്യം പീഡാനുഭവ വെള്ളിയിൽ, ഈശോയുടെ മഹത്വപൂർണമായ മരണവും ഉദ്ധാനവും നമ്മൾ കൊണ്ടാടുകയാണ്. ഇന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൈശാചികതയും പിശാച് വൽക്കരണങ്ങളും ധാരാളം ഇരുട്ട് സൃഷ്ടിക്കുന്ന ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ ഇതുപോലെയുള്ള കുടുംബപരവും ആരാധനാപരവും ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ആചാരങ്ങളിലൂടെ ഈ സമൂഹത്തിന്, ഈ കാലഘട്ടത്തിന് വരുന്ന ഇരുട്ട് പ്രകാശമാക്കി മാറ്റിക്കൊണ്ട് സത്യ വിശ്വാസികളായി നമുക്ക് മുന്നേറാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.